നമസ്കാരം ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഷോർട്ട് ഫിലിമായിട്ടാണ്. ഒരു കുഞ്ഞ് എലിയുടെ കഥ. എലി ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ, ഒരു സൈക്കോ എലി. ക്യുനോട്ട്സ് എന്ന ഫ്രഞ്ച് ചലച്ചിത്രമാണ് ഇന്ന് എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത്. 2016 ഈ സിനിമ പുറത്തിറങ്ങിയത്. വെറും 13 മിനിറ്റ് ദൈർഘ്യം മാത്രമേ ഈ സിനിമയ്ക്കുള്ളൂ. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളിൽ എത്ര പേർ ടൂത്ത് ഫെയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏഞ്ചലിനെ പറ്റി കേട്ടിട്ടുണ്ട്? ശരിക്കും ഇന്ത്യയിലൊക്കെ ഇതിനെപ്പറ്റിയുള്ള കഥകൾ കുറവാണ്. പക്ഷേ ഫോറിൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് US അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ടൂത്ത് ഫെയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏഞ്ചലുണ്ട്. ഈ ഏഞ്ചൽ എന്താ ചെയ്യാന്നറിയോ? കൊച്ചു കുട്ടികളുടെയൊക്കെ പല്ല് പറിക്കൂലേ, അപ്പോൾ ആ പല്ല് തലയിണയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങിയാൽ ടൂത്ത് ഫെയറി എന്ന് പറയുന്ന ആ ഏഞ്ചൽ രാത്രി വന്നിട്ട് ആ പല്ലെടുത്ത് അതിന് പകരമായിട്ട് വല്ല ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് അവിടെ വെച്ചിട്ട് പോവും എന്നുള്ളതായിരുന്നു അവരുടെ വിശ്വാസം. അവിടുത്തെ കുട്ടികളൊക്കെ ഇത് വിശ്വസിക്കുന്നുമുണ്ട്. എന്നാൽ ഫ്രാൻസ് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ടൂത്ത് ഫെയറി ഇല്ല, പകരം ഒരു എലിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എലിയെ വെച്ചിട്ടാണ് ഈ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കഥ കേൾക്കാം. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ ഹീറോയും അദ്ദേഹത്തിൻ്റെ മകനും ഒരു പഴയ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഈ വീട്ടിലാണ് നമ്മുടെ ഹീറോ കുഞ്ഞുകാലത്ത് താമസിച്ചത്. ഇപ്പോൾ അവൻ്റെ അമ്മ മരിച്ചു പോയതിനാൽ അവിടെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നതിന് വേണ്ടിയിട്ടാണ് അവർ അവിടേക്ക് വന്നിട്ടുള്ളത്. അതിനിടയിൽ ആ കുട്ടി ഒരു കാർഡ്ബോർഡ് പെട്ടിയെടുത്തിട്ട് റിമോട്ടിൻ്റെ മേലേക്ക് വയ്ക്കുന്നു. അപ്പോൾ അത് പ്രസ്താവുകയും അവിടെയുള്ള TV ഓണാകുകയും ചെയ്യുന്നു. അതിലൊരു കാർട്ടൂൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ അങ്ങോട്ടേക്ക് വരും. ഈ കാർട്ടൂൺ ഞാൻ ചെറുപ്പകാലത്ത് ഒരുപാട് കാണാറുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഓർമ്മകൾ അയവിറക്കും. മകനോട് ഈ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ. അതിനിടയിൽ ആ പയ്യൻ പോയിട്ട് അലമാരയിൽ നിന്ന് കുറേ പഴയ ആനിമേഷൻ കാസറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് പതിയെ അവിടെ നിന്ന് എടുക്കുന്നു. ആ സമയത്ത് അച്ഛൻ അവിടെ എന്തോ ഒരു പെട്ടി കാണും. പോയിട്ട് അത് എടുത്ത് നോക്കുമ്പോൾ എന്തോ ഒരു ജീവി ആ അലമാരയ്ക്കുള്ളിൽ നിന്ന് ഇവരെ നോക്കുന്നതായിട്ട് നമ്മെ കാണിക്കുന്നു. അങ്ങനെ ഹീറോ ആ പെട്ടി തുറന്നു നോക്കുന്നു. അപ്പോൾ അതിനുള്ളിൽ എന്താ ഉള്ളതെന്നറിയാം? പാൽപ്പല്ല് എന്ന് പറയില്ലേ, ആ പല്ലുകളാണ് ഉള്ളത്. അപ്പോൾ ഹീറോ ഇതൊക്കെ ഇപ്പോഴും ശേഖരിച്ചു വെച്ചിട്ടുണ്ടോ നിൻ്റെ അമ്മമ്മ എന്നുള്ള രീതിയിൽ മകനോട് സംസാരിക്കും. എവിടെ കാണട്ടെ എന്നും പറഞ്ഞിട്ട് മകൻ അത് പിടിച്ച് എടുക്കാൻ നോക്കുന്ന സമയത്ത് അതിലൊരു പല്ല് ഹീറോയുടെ കയ്യിൽ നിന്ന് പതിയെ വീണ് താഴെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതുവഴി താഴേക്ക് വീണു പോകും. ഇതൊക്കെ ആരോ പിന്നിൽ നിന്നും കാണുന്നതായിട്ട് വീണ്ടും നമ്മെ കാണിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നു. പുള്ളിക്കാരൻ്റെ ഭാര്യയാണ്. അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മകൻ എനിക്ക് ഞാൻ അമ്മയോട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതിനിടയിൽ അവൻ ആ ഫോണും തട്ടിപ്പറിച്ച് അമ്മയോട് സംസാരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു. ആ സമയത്ത് നമ്മുടെ ഹീറോ ഈ ബോക്സ് ഉണ്ടായിരുന്നല്ലോ കയ്യിൽ, പല്ലുകളുള്ള ബോക്സ്, അത് ടേബിളിന് മുകളിലേക്ക് മാറ്റി വയ്ക്കുന്നു. സമയം രാത്രിയായി. ഹീറോ കുഞ്ഞിൻ്റെ കൂടെ കുറച്ചു നേരം കളിച്ചിട്ട് മെല്ലെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോകുന്നു. അതിനുശേഷം ഒരു ഓട്ടോയിലൂടെ എന്തോ ഒരു സാധനം വേഗത്തിൽ ഓടി വരുന്നത് കാണിക്കുന്നു. ഓടി വന്ന് ഹീറോയുടെ റൂമിലെത്തുന്നു. ഹീറോയുടെ റൂമിൻ്റെ താഴെയാണ് ആ പല്ല് വീണിട്ടുള്ളത്. അതെടുക്കാൻ വേണ്ടിയിട്ട് എന്തോ 2 കൈകൾ ശ്രമിക്കുന്നുണ്ട്. ഏതൊരു ജീവിയുടെ കൈകളാണ്, പക്ഷേ അതിന് സാധിക്കുന്നില്ല. ആ സീൻ അവിടെ കട്ടാവുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. ഹീറോയുടെ വായിലൂടെ ചെറിയ നൂല് കയറ്റി അവൻ്റെ പല്ല് ആരോ എടുക്കാൻ ശ്രമിക്കുകയാണ്. ഹീറോ ഇതൊന്നും അറിയാതെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയാണ്. പോരാത്തതിന് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചെറിയ പാട്ടും. എൻ്റെ പല്ല് നിങ്ങളെടുത്തു, അതിന് നിങ്ങളുടെ പല്ല് ഞാനെടുക്കും എന്നുള്ളതാണ് ആ പാട്ടിൻ്റെ അർത്ഥം. ഇപ്പോൾ ഒരു ലോങ് ഷോട്ട് കാണിക്കുന്നു. നമ്മുടെ ഹീറോയുടെ ചുറ്റും നൂലുകൾ കെട്ടി അദ്ദേഹത്തിൻ്റെ ശരീരം വരിഞ്ഞു മുറുക്കിയ രീതിയിലാണ്. ആ കയറിൻ്റെ ഒരറ്റം പല്ലിലും മറ്റേ അറ്റം ഹീറോ കിടക്കുന്നതിൻ്റെ മുകളിലായി ഒരു ടേബിളിന് മുകളിൽ ഒരു ഫയർ എഞ്ചിൻ്റെ കളിപ്പാട്ടമുണ്ട്. അതിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ആരോ ആ കളിപ്പാട്ടം ആ ഫയർ എഞ്ചിൻ മുന്നിലേക്ക് തട്ടിയിടുന്നു. അത് മുന്നിലേക്ക് നീങ്ങുന്നതിനിടയിൽ ആ കളിപ്പാട്ടം ഓണാകുകയും അതിൽ നിന്ന് ശബ്ദവും വെളിച്ചവും ഒക്കെ വരികയും ചെയ്യുന്നു. ആ ശബ്ദം കേട്ട് ഹീറോ പതിയെ കണ്ണുകൾ തുറക്കുമ്പോൾ ഒരു വണ്ടി അദ്ദേഹത്തിന് നേരെ വന്ന് വീഴുന്നതായിട്ടാണ് ഷോട്ട് കാണിക്കുന്നത്. അത് താഴേക്ക് വീഴുന്നതിനനുസരിച്ച് ഹീറോയുടെ പല്ലിൽ കെട്ടിയിരിക്കുന്ന കയറ് വലിഞ്ഞു മുറുകയും ഹീറോ വേദന കൊണ്ട് നിലവിളിക്കുകയും ചെയ്യുന്നു. അയാൾക്കാണെങ്കിൽ മൂവ് ചെയ്യാനും ഒന്നും പറ്റുന്നില്ല. എങ്ങനെ കൈ അനക്കിയാലും പല്ലാണ് വേദനയെടുക്കുന്നത്. ഹീറോ വേദന കൊണ്ട് പൊളയുന്നത് മുകളിൽ നിന്നും ഒരു എലി നോക്കി നിൽക്കുന്നതായി കാണിക്കുന്നു. കൂടാതെ ബാക്ക്ഗ്രൗണ്ടിൽ ആ പാട്ടും, എൻ്റെ ഒരു പല്ല് നിങ്ങൾ കളഞ്ഞു, അതിന് പകരം നിന്റെ പല്ല് ഞാൻ എടുക്കും. അതിനുശേഷം ആ എലി ഹീറോയുടെ വായിലേക്ക് കയറി ആ പല്ല് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഹീറോ കരയുന്ന ശബ്ദം കേട്ടിട്ട് അടുത്ത റൂമിൽ നിന്നും മകൻ ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കുന്നു. അപ്പോൾ എലി ആ ശബ്ദം കേട്ടിട്ട്, ഓ ഇവിടെ ഈ റൂമിൽ വേറൊരുത്തം കൂടിയുണ്ടോ, എന്നാൽ അവൻ്റെ അടുത്തേക്ക് പോകാം, അവൻ്റെ പല്ല് ഞാൻ എടുക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഓടുന്നു. ആ സമയം ഹീറോ എങ്ങനെയൊക്കെയോ കൂടിയിട്ട് ആ കയറൊക്കെ പൊട്ടിച്ച് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. എന്നിട്ട് നേരെ മകൻ്റെ റൂമിലേക്ക് ഓടുന്നു.
പക്ഷേ ആ റൂം ലോക്കായിട്ടാണുള്ളത്. ആ അച്ഛൻ അത് തുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കും. അപ്പോൾ ഈ മുറിക്കുള്ളിൽ നിന്ന് വീണ്ടും പാട്ട് കേൾക്കും. ഒരു പല്ല് നിന്റെ അച്ഛൻ തരും, അടുത്ത പല്ല് നിൻ്റേതാണ് എന്നാണ് ആ പാട്ടിൻ്റെ അർത്ഥം. ഹീറോ ആ പാട്ട് കേട്ടപ്പോൾ എൻ്റെ മകനെ വിടുകയെന്നും പറഞ്ഞിട്ട് അടുത്ത് കിടന്ന ഒരു ബാറ്റ് എടുത്ത് ആ ഡോറ് തല്ലിപ്പൊളിക്കുന്നു. അപ്പോഴേക്കും ആ എലി ചെറുക്കൻ്റെ വായിൽ കയറിയിട്ട് അവൻ്റെ പല്ല് പറിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ഹീറോ എങ്ങനെയൊക്കെയോ കൂടി പോയി അതിനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ എലി ആ ചെറുക്കൻ്റെ ചുണ്ട് കടിച്ച് പിടിച്ചിരിക്കുകയാണ്. അത് എന്ത് ചെയ്തിട്ടും വിടുന്നില്ല. എങ്ങനെയൊക്കെയോ കൂടി അവസാനം ആ അച്ഛൻ ആ എലിയെ പിടിച്ച് വലിച്ച് ദൂരേക്ക് എറിയുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ മകനെയും എടുത്ത് ആ ഇടനാഴിയിലൂടെ ഓടി വരികയാണ്. പക്ഷേ എന്തിലോ കാൽ തട്ടി അവരവിടെ വീഴുന്നു. പെട്ടെന്ന് ആ പാട്ട് വീണ്ടും കേൾക്കുന്നു. അവർ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ എലി വീണ്ടും വന്നിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അത് നേരെ നമ്മുടെ ഹീറോയുടെ നേരെ ചാടി വരുന്നു. എന്നിട്ട് അവൻ്റെ മുഖമൊക്കെ വലിച്ച് കീറി വലിച്ചെടുത്ത് മുഖം കൊത്തുപൊറോട്ട പോലെ ആക്കി വെക്കുന്നു. പാവം ഹീറോ താഴെ വീണ് കിടക്കുകയാണ്. ആ എലി പോയിട്ട് ഹീറോയുടെ പല്ലെടുക്കാൻ ശ്രമിക്കുകയാണ്. അതേസമയം ഇത് കണ്ടുകൊണ്ടിരുന്ന ഹീറോയുടെ മകൻ അവൻ്റെ പല്ല് പിഴുതെടുത്ത് എനിക്ക് പല്ലല്ലേ വേണ്ടത് എന്നും പറഞ്ഞിട്ട് എലിക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ആ എലിയും ഹീറോയെ വിട്ടിട്ട് നമുക്കാവശ്യം പല്ലാണപ്പാ എന്നും പറഞ്ഞിട്ട് പല്ല് കൊടുത്ത് റട്ടിയോടം. അങ്ങനെ മകൻ അച്ഛനെ പിടിച്ചിട്ട് ഇനിയൊന്നും പേടിക്കേണ്ട, അത് പോയി എന്നും പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നു. അതേസമയം തന്നെ ഒരു ലോങ് ഷോട്ട് കാണിക്കുന്നു. നമ്മുടെ എലി പല്ലൊക്കെ കൂട്ടി വെച്ചിരിക്കുന്ന ആ ഡപ്പയില്ലേ, അത് അച്ഛൻ വെച്ചത് ഒരു സൈഡിലായിട്ടായിരുന്നു. എങ്ങനെയോ കാറ്റടിച്ചിട്ടോ മറ്റോ അത് പതിയെ താഴേക്ക് വീണ് ആ പല്ലുകൾ ഓരോന്നോരോന്നായിട്ട് തെറിച്ചു പോകുന്നു. അതൊക്കെ ആ വീട്ടിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഓരോരോ ദ്വാരങ്ങളിലൂടെ താഴേക്ക് വീണു പോകുന്നു. ആ അച്ഛനും മകനും അത് നോക്കി നിൽക്കുമ്പോൾ എലി അവരുടെ മുന്നിലേക്ക് വരുന്നു. അതാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണുള്ളത്. നിന്റെയൊക്കെ എല്ലാ പല്ലും എടുക്കാതെ ഞാൻ വിടൂലടാന്നും പറഞ്ഞിട്ട് ആ എലി അവരുടെ മേലേക്ക് ചാടി വീഴുന്നു. അതോടെ ക്യുനോട്സ് എന്ന ഷോർട്ട് ഫിലിം അവസാനിക്കുന്നു. ഈ ക്യുനോട്സ് എന്ന വാക്കിനർത്ഥം മുത്ത്, പവിഴം അങ്ങനെയൊക്കെയാണ് അവരുടെ ഭാഷയിൽ. സോ ആ എലിയുടെ ക്യുനോട്സ് ആണ് പല്ലുകൾ എന്ന രീതിയിലാണ് ഈ ഷോർട്ട് ഫിലിം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഷോർട്ട് ഫിലിമും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള സിനിമാ കഥകളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ